ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. SSC CGL 2025 വേണ്ടി ബെസ്റ്റ് ക്വസ്റ്റ്യൻ സീരീസ്, ടഫായിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് ഒരുപാട് ടൈം എടുക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെ വളരെ ഈസി ആയിട്ട് ഏറ്റവും അടിപൊളിയായിട്ട് കൺസെപ്റ്റ് പഠിച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ള സീരീസിൻ്റെ ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ക്ലാസ്സാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ റിലേറ്റീവ് സ്പീഡിൻ്റെ ആയിരുന്നു ചെയ്തത്. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് വീഡിയോ ഓൾറെഡി ചാനൽ അവൈലബിൾ ആയിരുന്നു. അതുപോലെ തന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ 1 മണിക്കൂറിൻ്റെ 1.5 മണിക്കൂറിൻ്റെ ക്ലാസ് ദിശ ചാനൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ദിശ അക്കാഡമി എന്ന് സെർച്ച് ചെയ്താൽ ആ ക്ലാസ് കിട്ടും. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ മെയിൻലി നിങ്ങൾ കട്ട് ഓഫ്, കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ് കണ്ടു. അപ്പോൾ ആ കട്ട് ഓഫ് 155 അടുപ്പിച്ച കട്ട് ഓഫ് വന്നു 200. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാത്തരം ക്വസ്റ്റ്യൻസും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടി പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സീരീസ് അന്ന് മുതൽ, റിസൾട്ട് വന്നതിന് ശേഷം മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം 22 ക്ലാസ് ഓൾറെഡി കഴിഞ്ഞു. അതായത് 200-ൽ പുറം ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞു. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞു 50ഓളം ക്ലാസ്സുകൾ ഇതിൽ കാണും. 500ഓളം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിൻ്റെ കളക്ഷൻ നിങ്ങൾക്ക് കിട്ടും, വേറെ എവിടെയും കിട്ടാത്ത രീതിയിൽ. അപ്പോൾ ഇതുവരെ ഈ ക്ലാസ്സുകളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഓൾറെഡി ദിശ അക്കാഡമിയുടെ പ്ലേലിസ്റ്റ് ഇത് കിടപ്പുണ്ട്, അത് എടുത്ത് കണ്ട് പഠിച്ച് തുടങ്ങുക. അപ്പോൾ നമുക്കിന്ന് ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങാം. ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എത്ര എണ്ണം ചെയ്യാൻ പറ്റുമെന്ന് കമൻറ്റിൽ പറയുക. അപ്പോൾ ഇത് 75 ഡേ ഫോക്കസ് ബാച്ച് ആർക്ക് വേണ്ടിയാണ്? റിപ്പീറ്റേഴ്സിന് വേണ്ടി. CGL 2024 ജസ്റ്റ് പുറത്തായവർ കാണും, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പോസ്റ്റ് കിട്ടാതെ, ഓഫീസർ ലെവൽ പോസ്റ്റ് കിട്ടാതെ ഉള്ളവർ കാണും. അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന, അല്ലെങ്കിൽ CGL 2025 പഠിച്ച് ഒന്ന് തുടങ്ങിയ ഒരു കുറച്ചൊക്കെ സിലബസ് ആയവർക്കും ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഈ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യുക, അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുക. അതുപോലെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് ഏത് എക്സാമിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾക്കും ഈ ഒരു നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാം. ഇത് ഓഫ്ലൈൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് ഈ നമ്പേഴ്സിലൊക്കെ കോൺടാക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. നമുക്ക് എന്ത് ചെയ്യാം? അടിപൊളിയായിട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: എ പോലീസ്മാൻ ചേസിങ് എ തീഫ് ഈസ് 0.5 കിലോമീറ്റർ ബിഹൈൻഡ് ദ തീഫ്. അതായത് 500 മീറ്റർ ആണ് പോലീസ്മാൻ കള്ളനേക്കായും പുറകിലുള്ളത്. ദ സ്പീഡ് ഓഫ് ദ തീഫ് ഈസ് 80% of the speed of the policeman, and the policeman catches him in 12 minutes. What is the speed of the thief? So speed of the thief നമുക്ക് എങ്ങനെ പറയാം? സ്പീഡ് ഓഫ് ദ തീഫ് ഈസ് 80% ഓഫ് ദ സ്പീഡ് ഓഫ് ദ പോലീസ്മാൻ. അപ്പോൾ 80% നമുക്കറിയാം 4/5 ആണ്. അതായത് പോലീസ്മാൻ്റെ സ്പീഡ് 5 ആണെങ്കിൽ, 5 യൂണിറ്റ് ആണെങ്കിൽ, തീഫിൻ്റെ സ്പീഡ് എത്ര യൂണിറ്റ് ആണ്? 4 യൂണിറ്റ് ആണ്. 5 ആണെങ്കിൽ 4 ആണ്. 5നെ 4/5 കൊണ്ട് വിളിക്കുമ്പോൾ 4 ആണ് കിട്ടുന്നത്. ഇത് തീഫിൻ്റെയും ഇത് പോലീസിൻ്റെ സ്പീഡാണ്. അപ്പോൾ ഇവിടെ 500 0.5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 500 മീറ്റർ ആണ്. 0.5 ഇൻറ്റു 1000 ചെയ്താൽ മതി. കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ ഇൻറ്റു 1000 ചെയ്താൽ മതി. അപ്പോൾ 500 മീറ്റർ ആണ് ആദ്യമേ എന്ത് ചെയ്തിട്ടുള്ളത്? പോലീസ്മാനും കള്ളനും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതായത് ഈ 500 മീറ്റർ പോലീസുകാരൻ ഓടി കവർ ചെയ്താൽ മാത്രമേ ഈ കള്ളനെ പിടിക്കാൻ പറ്റൂ. ഇങ്ങനെ എത്ര മിനിറ്റ് കൊണ്ടാണ് അയാൾ പിടിച്ചത്? 12 മിനിറ്റ് കൊണ്ടാണ് പിടിച്ചത്. 12 മിനിറ്റിനെ ഞാൻ സെക്കൻഡ് ആക്കുമ്പോൾ, കാര്യം മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ കിലോമീറ്റർ പെർ അവറിലാണ് നമുക്ക് ആൻസർ വേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം? മീറ്റർ പെർ സെക്കൻഡിൽ ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ 12 ഗുണം 60, ഇത് സെക്കൻഡാണ്. മിനിറ്റിനെ സെക്കൻഡ് ആക്കാൻ 60 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 50/6. ഏറ്റവും ചെറുതാക്കുക ഇതിനെ ഏറ്റവും ചെറുതാക്കാൻ ഇത് 25 വരും. 2 വെച്ച് കിട്ടുമ്പോൾ ഇത് 3 വരും. അതായത് 25/36 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് എന്ത് കിട്ടിയത്? ഈ ടോട്ടൽ റിലേറ്റീവ് ആയിട്ടുള്ള സ്പീഡ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കള്ളൻ്റെയും പോലീസിൻ്റെയും സ്പീഡിൻ്റെ ഡിഫറൻസ് ആയിരിക്കും. തീഫിൻ്റെ സ്പീഡ് അല്ല, പോലീസിൻ്റെ സ്പീഡ് മൈനസ് തീഫിൻ്റെ സ്പീഡ് ആയിരിക്കും. അപ്പോൾ ഈ കൺസെപ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പഠിപ്പിച്ചതാണ്. എന്തുകൊണ്ടാണ് ഈ സ്പീഡിൻ്റെ ഡിഫറൻസ് വരുന്നത്? സെയിം ഡയറക്ഷനിൽ ഓടുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ് ഒന്ന് കാണുക. അപ്പോൾ P - T നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും. അപ്പോൾ പോലീസിൻ്റെ സ്പീഡ് മൈനസ് തീഫിൻ്റെ സ്പീഡാണ് ഈ 25/36 സെക്കൻഡ്. അപ്പോൾ ഇവിടെ നമുക്ക് 4 യൂണിറ്റും 5 യൂണിറ്റും ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇവിടുത്തെ അപ്പോൾ ഈ 25/36 എനിക്ക് എന്ത് ചെയ്യാം? കിലോമീറ്റർ പെർ അവറിലാക്കാം. കാര്യം കിലോമീറ്റർ പെർ അവറിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 25/36 ഞാൻ എന്ത് ചെയ്യാണ്? മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ 18/5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 18 വെച്ച് ഗുണിക്കുമ്പോൾ ഇത് 2 വരും. 5 വെച്ച് ഗുണിക്കുമ്പോൾ ഇവിടെ 5 വരും. അതായത് 5/2 കിലോമീറ്റർ പെർ അവർ ആണ് ഇവരുടെ സ്പീഡ് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇവിടെ എത്ര യൂണിറ്റാണ് ഉള്ളത്? 4ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ്. ഞാൻ പറഞ്ഞു പെർസെൻറ്റേജിൻ്റെ റേഷ്യോയുടെ ഒക്കെ കൺസെപ്റ്റുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ 4ൻ്റെ 5ൻ്റെ ഡിഫറൻസ് എത്രയാണ്? 1 യൂണിറ്റ് ആണ്. ഈ 1 യൂണിറ്റ് ആണ് 5/2 കിലോമീറ്റർ പെർ അവർ, അല്ലെങ്കിൽ നമുക്ക് 2.5 കിലോമീറ്റർ പെർ അവർ എന്ന് പറയാം. നമുക്ക് സ്പീഡ് ഓഫ് തീഫ് എന്ന് പറഞ്ഞാൽ 4 യൂണിറ്റ് ആണ്. 4 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 4 ഗുണം ഇത് 1 ഗുണം 2.5 ആണ്. 4 ഗുണം 2.5 10
km/h ആയിരിക്കും നമ്മളുടെ കള്ളൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ ഇപ്പോൾ TCS മാറി വരുന്ന സന്ദർഭത്തിൽ നല്ല നല്ല ക്വസ്റ്റ്യൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരുപാട് പേരുടെ ഡൗട്ടുണ്ട് ഈ TCSൻ്റെ പാറ്റേൺ മാറുന്നതുകൊണ്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിനാക്കിൾ ബുക്കൊക്കെ മാറ്റണോ എന്നുള്ളത്. അത് വെറും മണ്ടത്തരം മാത്രമാണ്. ഒരിക്കലും നിങ്ങൾ വേറെ ഒന്നിനെ പറ്റിയും ചിന്തിക്കേണ്ട. നിങ്ങളുടെ സിലബസ് എന്ന് വരെ മാറാതിരിക്കുന്നോ അപ്പോൾ ഈ കൺസെപ്റ്റുകൾ ഈ പഠിക്കുന്നതെല്ലാം നിങ്ങൾക്ക് വളരെ മസ്റ്റായിട്ടും അത്ര ഡീപ്പായിട്ടും എല്ലാ സിലബസിലെയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ടതാണ്. അപ്പോൾ സിലബസിലെയും ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും ഓതൻറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു പിനാക്കിൾ ബുക്ക് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ബുക്ക് TCS തന്നെ ചെയ്തിട്ടുള്ളത്, ഏറ്റവും ഓതൻറ്റിക് ആയിട്ടുള്ളത്. അപ്പോൾ അത് പഠിക്കാതെ നിങ്ങൾ വേറെ എവിടെ നിന്ന് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ചെയ്തെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു പാറ്റേൺ മാറുന്ന ഒരു എക്സാം നടത്തുന്നത് വരെ ഇത് തന്നെ പഠിച്ചു പോയാൽ മതി. പാറ്റേൺ മാറുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ്റെ രീതിയും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വളരെ വേഗത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? 80% സ്പീഡ് എന്ന് പറഞ്ഞാൽ 4:5 റേഷ്യോ. നമുക്കിവിടെ 0.5 കിലോമീറ്റർ 500 മീറ്റർ 12 മിനിറ്റ് പോയി. അപ്പോൾ 500 മീറ്റർ/മിനിറ്റ് ആണ്. ഇതിനെ സെക്കൻഡ് ആക്കാൻ × 60 ചെയ്യുക. മീറ്റർ/സെക്കൻഡിനെ km/h ആക്കാൻ 18/5 ചെയ്യുക. അപ്പോൾ നമുക്ക് 2.5 km/h എന്ന് കിട്ടും ഇവരുടെ റിലേറ്റീവ് സ്പീഡ്. അപ്പോൾ ഇവിടെ 1ന്റെ വാല്യൂ 2.5 ആണെങ്കിൽ 4ന്റെ വാല്യൂ എത്രയാണ്? 10 എന്ന് ആൻസർ കൊടുക്കാം. അപ്പോൾ കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇതും ഒരു തീഫിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എ തീഫ് സ്റ്റീൽസ് എ ബൈക്ക് അറ്റ് 12:30 PM ആൻഡ് ഡ്രൈവ്സ് ഇറ്റ് അറ്റ് 48 km/h, ബട്ട് ദ തെഫ്റ്റ് ഈസ് ഡിസ്കവേർഡ് ആഫ്റ്റർ ഹാഫ് ആൻ അവർ. Okay, the bike owner starts to chase him on another bike at 58 km/h. The thief will be caught at A സമയത്ത്. അപ്പോൾ 12:30 കള്ളൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ബൈക്ക് മോഷ്ടിക്കുന്നുണ്ട്. 48 km/h പോകുന്നത്. പക്ഷേ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു കള്ളൻ നടന്ന കാര്യം അറിഞ്ഞത്. അപ്പോൾ 48 മണിക്കൂറാണ്, ഒരു മണിക്കൂറിൽ 48 കിലോമീറ്ററാണ് 60 മിനിറ്റിൽ എന്ത് ചെയ്യുന്നത്? ആ കള്ളൻ സഞ്ചരിക്കുന്നത്. 60 മിനിറ്റിൽ അയാൾ 48 പോയാൽ അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാണ്? 30 മിനിറ്റാണ്. 30 മിനിറ്റ് അയാൾ എത്ര പോകും? 60ന്റെ പകുതിയാണ് 30. അപ്പോൾ 48ന്റെ പകുതി 24 കിലോമീറ്റർ ആര് പോയി കാണും? കള്ളൻ പോയി കാണും. ഇപ്പോൾ 1 മണിയായി കള്ളൻ ഇവിടെ എത്തി. ഇപ്പോഴാണ് ബൈക്കിൻ്റെ ഓണർ എന്ത് ചെയ്യുന്നത്? ചേസ് ചെയ്യുന്നത്. ബൈക്കിൻ്റെ ഓണർക്ക് ഇയാളെ പിടിക്കണമെങ്കിൽ എത്ര ദൂരം സഞ്ചരിക്കണം? 24 കിലോമീറ്റർ സഞ്ചരിക്കണം. ഇപ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരും? രണ്ടുപേരുടെയും കൂടെ റിലേറ്റീവ് സ്പീഡാണ്. അപ്പോൾ കള്ളൻ പോകുന്നത് അങ്ങോട്ട് 48 km/h, കള്ളൻ പൊക്കോണ്ടിരിക്കുകയാണ്. ഓണർ പോകുന്നത് 58 km/h. അപ്പോൾ റിലേറ്റീവ് സ്പീഡ് എത്രയാണ്? 58 - 48, അതായത് 10 km/h. ഇത്രയും മണിക്കൂർ കിട്ടും. അപ്പോൾ നമുക്ക് എത്ര സമയം, ഇത്രയും മണിക്കൂറും കണ്ടുപിടിക്കാം. 24/10 നമുക്ക് എന്ത് ചെയ്യാം? 2 മണിക്കൂറും ബാക്കി 4/10, അതായത് 2/5 അവർ. അതിനെ മിനിറ്റ് ആക്കാൻ, മണിക്കൂറിനെ മിനിറ്റ് ആക്കാൻ 60 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്ര കിട്ടും? 12 × 2 24. അപ്പോൾ 2 മണിക്കൂറും 24 മിനിറ്റും. അപ്പോൾ 1 മണി കഴിഞ്ഞിട്ട് 2 മണിക്കൂറും 24 മിനിറ്റ് കഴിഞ്ഞ് എന്ത് ചെയ്യും? കള്ളനെ ആര് പിടിക്കും? ആ ഓണർ പിടിക്കും. അതായത് 1 + 2 3 മണി 24 മിനിറ്റ്. 3:24 PM ആര് പിടിക്കപ്പെടും? ആ കള്ളൻ പിടിക്കപ്പെടും. ഓൾറെഡി നമ്മൾ ചെയ്ത കള്ളൻ്റെയും പോലീസിൻ്റെയും സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രോ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കേ. വായിച്ചിട്ട് ചെയ്യാൻ പറ്റും നോക്കേ. Next question. The speed of a boat down the stream is 125% of the speed in still water. If the boat takes 30 minutes to cover 20 km in still water, then how much time will it take to cover 15 km upstream? ഇപ്പോൾ ബോട്ട് ആൻഡ് സ്ട്രീമിൻ്റെ ക്ലാസ് ഓൾറെഡി പറഞ്ഞാൽ ഞാൻ ചെയ്തതാണ്. നമ്മുടെ റിലേറ്റീവ് സ്പീഡിൻ്റെ ക്ലാസ് ആയിരുന്നു മുന്നത്തെ ക്ലാസ്. അതിന് തൊട്ട് മുന്നേ നമ്മൾ ബോട്ട് ആൻഡ് സ്ട്രീമാണ് ചെയ്തത്. അപ്പോൾ അതിലൊരുപാട് നല്ല ക്വസ്റ്റ്യൻസ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോർമൽ ആയിട്ട് പഠിക്കുന്നവർക്ക്, നോർമൽ ക്ലാസ്സിൽ പോകുന്നവർക്ക് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് അത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതെല്ലാം ടൈം ആൻഡ് ഡിസ്റ്റൻസ് വരുന്നതാണ്. ദ സ്പീഡ് ഓഫ് എ ബോട്ട് ഡൗൺ സ്ട്രീം ഈസ് 120% ഓഫ് ദ സ്പീഡ് ഇൻ സ്റ്റിൽ വാട്ടർ. ഇപ്പോൾ സ്റ്റിൽ വാട്ടറിലെ സ്പീഡ് നമ്മൾ B എന്ന് കൊടുത്താൽ, ഡൗൺ സ്ട്രീമിലെ സ്പീഡ് D എന്ന് കൊടുത്താൽ 125% എന്ന് പറഞ്ഞാൽ എത്ര? 125/100 അല്ലെങ്കിൽ 5/4 ആണ്. അപ്പോൾ സ്റ്റിൽ വാട്ടറിലെ സ്പീഡ് 4 ആണെങ്കിൽ അതിൻ്റെ 5/4 ആണ്. ഡൗൺ സ്ട്രീമിലെ സ്പീഡ് 5 ആണ്. പെർസെൻറ്റേജ് ക്ലാസ്സൊക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചതായിരിക്കും. ക്ലാസ്സുകൾ ഓൾറെഡി ഇവിടെ തന്നെ ചെയ്തിട്ടുള്ളതാണ്, ചാനലിൽ തന്നെ. ഇഫ് ദ ബോട്ട് ടേക്സ് 30 minutes ടു കവർ 20 km ഇൻ സ്റ്റിൽ വാട്ടർ. ഇപ്പോൾ സ്റ്റിൽ വാട്ടറിലെ സ്പീഡ് കിട്ടിയല്ലോ. 30 മിനിറ്റ് കൊണ്ട് അയാൾ എന്താ ചെയ്യുന്നത്? 20 km ആണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ 60 മിനിറ്റ് കൊണ്ട് എത്ര പോകുന്നു നോക്കിയാൽ പോരെ സ്പീഡ് കിട്ടാൻ വേണ്ടി. 30ൽ 20 ആണെങ്കിൽ 60ൽ എത്രയാണ്? 40 km. അതായത് 40 km/h ആണ് ആരെന്ന് പറയുന്നത്? ഈ ബോട്ടിൻ്റെ സ്പീഡ്.
അപ്പം 4ൻ്റെ വാല്യൂ ആണ് 40 km/h. അപ്പോൾ 5ൻ്റെ വാല്യൂ എന്ത് കിട്ടും? 50 km/h. അപ്പോൾ 50 km/h ആയിരിക്കും ആ ബോട്ടിൻ്റെ ഡൗൺ സ്ട്രീമിലെ സ്പീഡ്. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ദെൻ ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക് ടു കവർ 15 km അപ്പ് സ്ട്രീം. അപ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അപ്പോൾ ഡിസ്റ്റൻസ് കിട്ടി 15 km, പക്ഷേ സ്പീഡ് എത്രയാണ്? 50 കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാര്യം എന്താ? ഇത് ബോട്ടിൻ്റെ സ്പീഡും സ്ട്രീമിൻ്റെ സ്പീഡൂടെ കൂട്ടിയതാണ്. ബോട്ടിൻ്റെ സ്പീഡും സ്ട്രീമിൻ്റെ സ്പീഡോട് കൂട്ടിയതാണ്. ബോട്ടിൻ്റെ സ്പീഡ് 40 ആണെങ്കിൽ സ്ട്രീമിൻ്റെ സ്പീഡ് എത്രയാണ്? 10 ആണ്. അപ്പോൾ നമുക്ക് അപ്പ് സ്ട്രീം സ്പീഡാണ് വേണ്ടത്. അപ്പോൾ അപ്പ് സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോട്ടിൻ്റെ സ്പീഡ് മൈനസ് സ്ട്രീമിൻ്റെ സ്പീഡാണ്. 40 മൈനസ് 10 30 ആണ്. അപ്പോൾ 30 km/h ആണ് നമ്മുടെ അപ്പ് സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ 15/30 1/2 മണിക്കൂർ. കിലോമീറ്റർ പോയി മണിക്കൂറിൽ 1/2 അവേഴ്സ് എടുക്കും എന്ത് ചെയ്യാൻ? ആ ഒരു ബോട്ട് അപ്പ് സ്ട്രീമിൽ 15 km പോകാൻ വേണ്ടി. അപ്പോൾ കൺസെപ്റ്റുകൾ ക്ലിയർ ആവുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ശതാബ്ദി എക്സ്പ്രസ് train covers 700 km in 5 hours and another 1012 km in 11 hours. What is the average speed of the train in meter per second? അപ്പോൾ നമുക്ക് ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈമാണ്. ഇവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 700 കിലോമീറ്ററും 1012 കിലോമീറ്ററും 1712 കിലോമീറ്റർ ആണ്. ടോട്ടൽ ടൈം എത്രയാണ്? ഇവിടെ 5 മണിക്കൂറും ഇവിടെ 11 മണിക്കൂറും ടോട്ടൽ 16 മണിക്കൂറാണ്. നമുക്ക് km/hലുള്ള ആൻസർ അല്ല ചോദിച്ചത്. നമുക്ക് എന്താ വേണ്ടുന്നത്? മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ km/hനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും കാൽക്കുലേഷൻ ചെയ്ത് എന്ത് കണ്ടുപിടിക്കണം? ആൻസർ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് മേളിൽ 9ൻ്റെ മൾട്ടിപ്പിൾ ഇല്ല. അപ്പോൾ താഴെ എന്ത് കണ്ടേ പറ്റൂ? താഴെ ഈ 9ൻ്റെ മൾട്ടിപ്പിൾ കണ്ടേ പറ്റൂ. ഇവിടെ നോക്കാം, നമുക്ക് 16 കൊണ്ട് കിട്ടുമ്പോൾ 16 1, ബാക്കി 11 0, 112 16 7 ആണ്. അപ്പോൾ താഴെ എന്ത് വരും? 18. അതായത് 9 എന്ന് പറയുന്ന സാധനം മേളിൽ വെട്ടാൻ ആരുമില്ല. അപ്പോൾ നമ്മുടെ ആൻസറിൻ്റെ ഡിനോമിനേറ്റർ ആൾ കാണും. അപ്പോൾ 107 അല്ല, ഇതല്ല. ഇവിടെ 385/5 ഉള്ളത്. ബൈ 5 ആയിരിക്കത്തില്ല, ബൈ ഒരു 9ൻ്റെ മൾട്ടിപ്പിൾ താഴെ എന്തായാലും കണ്ടേ പറ്റും. അപ്പോൾ 9ൻ്റെ മൾട്ടിപ്പിൾ താഴെയുള്ള ഓപ്ഷൻ ഏതുണ്ട്? ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം 335/18 ചെയ്യാം. 335/18 ചെയ്യുമ്പോൾ ഒരിക്കലും ഈ 18 വെട്ടിപ്പോകത്തില്ല. നിങ്ങൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലും 29 × 18 + 13 എന്ത് തന്നെയാണ്? 335 തന്നെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. കാൽക്കുലേഷൻ ചെയ്താലും അങ്ങനെ തന്നെ എടുത്തോളൂ. ഇത്രയും മീറ്റർ പെർ സെക്കൻഡ് എന്ന് ആൻസർ കിട്ടും. നിങ്ങൾ ഈ ഓപ്ഷൻ ഒന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. കാൽക്കുലേഷൻ അവരെത്രയാണോ ഡിമാൻഡ് ചെയ്യുന്നത് അത്രമാത്രം ചെയ്യാൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കേ. ക്വസ്റ്റ്യൻ നോക്കാം. സുദിൻ സൈക്കിൾഡ് 8.5 km/h for 4 hours, then took an auto and travelled at 20 km/h for 1.5 hours, and then walked at 4 km/h for 5 hours. If Sudhin's overall average speed for the entire journey was 10 km/h, what is the value of y? ആവറേജ് സ്പീഡിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആവറേജ് സ്പീഡ് ടോട്ടൽ 10 km/h ആണ്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാം. സൈക്കിളിൽ പോയ ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈമാണ്. ഇപ്പോൾ സ്പീഡ് 8.5 കിലോമീറ്ററും ടൈം 4 മണിക്കൂറും ആണെങ്കിൽ 8 × 4 അതായത് 32, പിന്നെ 4ൻ്റെ പകുതി 32 2 34. ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യുന്നവർക്ക് ഇത് 0.5ൻ്റെ മൾട്ടിപ്ലിക്കേഷനൊക്കെ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ 32 2 34 കിലോമീറ്റർ ഇവിടെ ഉണ്ട്. അത് ഞാൻ എഴുതുന്നില്ല, മൈൻഡിൽ വെക്കാം. 37 ഇവിടെ വേണമെങ്കിൽ സൈഡിലോട്ട് മാറ്റി എഴുതാം. ഓട്ടോയിൽ എന്താ ചെയ്തേ? 20 km/h 1.5 മണിക്കൂർ. അപ്പോൾ 20 × 1.5 ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും 20ഉം 20ൻ്റെ പകുതി 30 കിലോമീറ്റർ അങ്ങനെ പോയി. ആൻഡ് വാക്ക്ഡ് 4 km for 5 hours നമുക്ക് അറിഞ്ഞുകൂടാം. അപ്പോൾ 34 30ഉം 64 കിലോമീറ്റർ പ്ലസ് 4 km/h 5 hours പോയി. അതായത് 4 × y കിലോമീറ്റർ പോയി. ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ടൈം എത്രയാണ്? ഇവിടെ 4 മണിക്കൂർ, ഇവിടെ 1.5 മണിക്കൂർ, ഇവിടെ 5 hours നമുക്ക് അറിഞ്ഞുകൂടാം. അപ്പോൾ 4 1.5 5.5 5.5 പ്ലസ് y. അപ്പോൾ ഇതിലെ വൈയുടെ വാല്യൂ ആണ് നമുക്ക് ക്വസ്റ്റിന് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ എന്ത് ചെയ്യാം? നമുക്ക് ഓപ്ഷൻ്റെ സഹായം തേടാം. ഓപ്ഷൻ്റെ സഹായം തേടിയാൽ 2 കൊടുത്താൽ ഇവിടെ എത്ര കിട്ടും? 2 കൊടുത്താൽ 67 തൊട്ട് 72 ഡിവൈഡ് ബൈ 7.5 കിട്ടും. 7.5 നമുക്ക് എന്തല്ല ഒരിക്കലും 10ലോട്ട് പോകത്തില്ല, 75 വരണമായിരുന്നു. അപ്പോൾ ഇതല്ല 1.25 കൊടുത്താലോ? 1.25 × 4 എന്ന് പറഞ്ഞാൽ 500. 125 × 4 500 ആണ്. 1.25 × 4 എന്ന് പറഞ്ഞാൽ 5 ആണ്. 64 5 69 ഡിവൈഡ് ബൈ 1.25. ഒരിക്കലും എന്ത് വരത്തില്ല, ഇവിടെ 6.9 വന്നേ പറ്റൂ, എങ്കിലേ 10 വരത്തുള്ളൂ. പറ്റത്തില്ല.
1.5 കൊടുത്താലോ 1.5 ഇൻറ്റു 4 6 ആണ് 67 60 വന്നു. ഇവിടെ 1.5 ഇൻറ്റു 1.5ഉം 60 67 70 വന്നു. സോറി 67 70 വന്നു. 5.5 ഇൻറ്റു 1 പ്ലസ് 1.5 7 തന്നെയാണ്. ഇപ്പോൾ 70/7 10 സാറ്റിസ്ഫൈ ചെയ്തു. അപ്പം നമുക്ക് എന്ത് പറയാം, വൈയുടെ വാല്യൂ എത്രയാണ് 1.5. ഇങ്ങനെയായിരിക്കണം കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനിലൂടെയും ഞാൻ എങ്ങനെയായിരിക്കണം നിങ്ങൾ എക്സാമിന് അത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കാൽക്കുലേഷൻ നിങ്ങൾ ഏത് രീതിയിലായിരിക്കണം അപ്രോച്ച് ചെയ്യേണ്ടത്. ഫുൾ ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് പഠിപ്പിച്ച് തരാനാണ് ഒരുപാട് ക്ലാസ്സുകളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഒന്ന് ചെയ്ത് നോക്കെ. യെസ്, ചെയ്യാൻ പറ്റും നോക്കെ. യെസ്, ക്വസ്റ്റ്യൻ നോക്കെ. Anuj and Anoop have to travel from a place A to place B in their respective cars. Anuj is driving at 70 km/h and takes 3 halts of 30 minutes each, while Anoop is driving 80 km/h and takes 4 halts of 15 minutes each. The time taken by Anoop to reach place B if Anuj take 8.5 hours. അപ്പോൾ അനുജിന് എത്ര മണിക്കൂർ എടുത്താൽ മറ്റേ ആൾക്ക് അനൂപിന് എത്ര സമയം എടുക്കും? ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ എങ്ങനെ ചെയ്യാൻ പറ്റും? ഇവിടെ അനുജ് എത്ര മണിക്കൂർ എടുക്കുന്നു അവിടെ ചെല്ലാം. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെ ചെയ്യാൻ പറ്റും? അനുജും അനൂപും ഉണ്ട്, A to B പോകണം, കാറിലാണ് പോകുന്നത്. അനുജ് 70 km/h. അനുജ് എന്താ ചെയ്യുന്നത്? 3 ഹാൾട്ട് എടുക്കും 30 മിനിറ്റിൻ്റെ, അതായത് 3 × 10 3 ഹാൾട്ട് എടുക്കും 10 മിനിറ്റിൻ്റെ 30 മിനിറ്റ് എന്ത് ചെയ്യും? അവൻ നിർത്തിയിട്ടേക്കുമായിരിക്കും. അപ്പോൾ അനുജിന് എത്ര മണിക്കൂർ എടുക്കും എന്ന് പറഞ്ഞാൽ അവൻ ആക്ച്വലി ട്രാവൽ ചെയ്ത് എത്രയാണ്? അനുജ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? 8ൽ നിന്നും അരമണിക്കൂർ. ഇത് അരമണിക്കൂറാണ്, 30 മിനിറ്റ്. 8 മണിക്കൂറാണ് എന്ത് ചെയ്തത്? അവൻ ട്രാവൽ ചെയ്തത്. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടുള്ളൂ. ഡിസ്റ്റൻസ് എത്രയാണ്? 8 മണിക്കൂറിൽ അവൻ്റെ സ്പീഡ് എത്രയാണ്? അനുജിൻ്റെ 70 km/h. 8 × 70 560 കിലോമീറ്ററാണ് എന്ത് ചെയ്തത്? അവിടെ പോയത്, അല്ലെങ്കിൽ ആ ഒരു ദൂരം. അപ്പോൾ അനൂപിന് 80 km/h അനൂപ് പോകുന്നത്. അപ്പോൾ അനൂപ് ഡ്രൈവ് ചെയ്ത് പോകുകയാണെങ്കിൽ അനൂപിൻ്റെ സ്പീഡ് അല്ലെ അനൂപിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ എന്ത് വരും? അനൂപിൻ്റെ ടൈം, അനൂപ് ഡ്രൈവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ, എവിടെ നിർത്താതെ അനൂപ് ഡ്രൈവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ, വിത്തൗട്ട് സ്റ്റോപ്പ് അനൂപ് പോയി കഴിഞ്ഞാൽ അനൂപിന് എത്ര സമയം എടുക്കും? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ അനൂപിൻ്റെ സ്പീഡ് എത്രയാണ്? 80 km/h. അതായത് 7 മണിക്കൂർ എടുക്കും. പക്ഷെ അവൻ എത്ര സമയം എടുക്കും ആക്ച്വലി എടുക്കുന്നത്? ഈ 7 മണിക്കൂറിൻ്റെ കൂടെ അവനെന്താ 4 halts of 15 minutes each, അതായത് 15 മിനിറ്റിൻ്റെ 4 ഹാൾട്ട് എടുക്കും. അതായത് 15 × 4 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ എടുക്കും. അതായത് അവൻ ടോട്ടൽ എത്ര എടുക്കും? 7 മണിക്കൂർ 1 മണിക്കൂറും ടോട്ടൽ 8 മണിക്കൂർ. നിങ്ങൾ പുതിയതായിട്ട് കണ്ട ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. നല്ല ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ആൻസർ പറഞ്ഞ എല്ലാവരും പറഞ്ഞേ. 30 സെക്കൻഡ് സമയമുണ്ട്, പറഞ്ഞേ. ഇവിടെ നോക്കേ. A train travels at a speed of 18 m/s in the first 5 minutes, covers 7.5 km in the next 10 minutes, and covers 12 km in another 10 minutes. What is average speed rounded off to? അതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട, എൻ്റർ ചെയ്യണം. അപ്പോൾ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ്, നമുക്ക് ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര കിട്ടും? 18 m/s 5 മിനിറ്റ് പോവാണ്. ഇവിടെ കിലോമീറ്റർ ആണ്, ഇവിടെ 12 കിലോമീറ്റർ ആണ്. അപ്പോൾ എല്ലാം കിലോമീറ്ററിലാണ്. നമുക്ക് എന്താ പറയുന്നത്? km/h. അപ്പോൾ നമുക്ക് 18 km/s മീറ്റർ പെർ സെക്കൻഡിൽ 5 മിനിറ്റിൽ എത്ര ദൂരം പോയെന്ന് നോക്കാം. അപ്പോൾ 18 m/s ഇൻറ്റു 5 മിനിറ്റ്, മിനിറ്റ് എന്ത് ചെയ്യാം? സെക്കൻഡിലോട്ട് മാറ്റാം. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് മീറ്ററിൽ കിട്ടും. അപ്പോൾ ഇതിനെ കിലോമീറ്റർ ആക്കാൻ ബൈ 1000 ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യമേ മീറ്ററിൽ കണ്ടുപിടിക്കാം. 60 × 5 300 ആണ്. 18 × 300 എന്ന് പറയുമ്പോൾ 54 2 0. അതായത് ഇത് ഇത്ര മീറ്റർ ആണ്. മീറ്ററിനെ കിലോമീറ്റർ ആക്കുമ്പോൾ 5.4 കിലോമീറ്റർ. മീറ്ററിനെ കിലോമീറ്റർ ആക്കി എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതൊക്കെ നിങ്ങൾക്ക് അറിയാം, നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പോൾ 5.4 ആണ് ആദ്യത്തെ ദൂരം, 5.4 കിലോമീറ്റർ പ്ലസ് 7.5 കിലോമീറ്റർ നെക്സ്റ്റ് പ്ലസ് 12 കിലോമീറ്റർ. ഇത്രയും കിലോമീറ്റർ ഡിവൈഡ് ബൈ, ഇനി മണിക്കൂർ കണ്ടുപിടിക്കാം. ഡിനോമിനേറ്റർ 5 മിനിറ്റ് ഉണ്ട്, ഇവിടെ 10 മിനിറ്റ് ഉണ്ട്, 15 ആയി, 15 10 25.
25 മിനിറ്റിനെ എന്ത് ചെയ്യാം, മണിക്കൂറാക്കാൻ ബൈ 60 ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷനാണ് ചെയ്യേണ്ടത്. എത്ര കിട്ടും? 7 7 5 12 12 3 24 24.9 24.9 ഡിവൈഡഡ് ബൈ ഇവിടെ 5 വെച്ച് കിട്ടുമ്പോൾ ഇവിടെ 5 ബൈ 5 ഇൻറ്റു 12 വേണ്ടത്. ഇപ്പോൾ കറക്റ്റ് 1 ഡെസിമൽ പ്ലേസ് ആവശ്യമുള്ളത്. നമുക്ക് ഒന്നുകിൽ കാൽക്കുലേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഇൻറ്റു 2 മേളിൽ ചെയ്യാം, ഇൻറ്റു 2 കൂടെ ചെയ്യാം, അടിയിൽ 10 വരും. അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ടൊരു പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വേണ്ട എന്താ, കാൽക്കുലേഷൻ സിമ്പിളായിട്ട് ചെയ്യാം. 24.9 ഇൻറ്റു 24 വേണ്ടത്, ഡിവൈഡ് ബൈ 10 10 ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. 24 9 216 6 21 24 96 96 21 118 11 48 11 59 59 ഇവിടെ ഒരു പോയിന്റ് ഓൾറെഡി ഉണ്ട്, ഒരു പോയിന്റ് ഇവിടെ, അതായത് 59.86 അല്ലെങ്കിൽ 59.8. അതുകൊണ്ടാണ് അവർ കറക്റ്റ് 1 ഡെസിമൽ പ്ലേസ്. ഈ കാൽക്കുലേഷൻ ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് കണ്ട് ചെയ്യുക. അതുപോലെ ഡിജിറ്റൽ സമ്മിൻ്റെ ക്ലാസ്സിൽ എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ഒറ്റ ലൈനിൽ ചെയ്യേണ്ടത് അതറിയാത്തവരാണെങ്കിൽ അതും നിങ്ങൾക്ക് അവിടെ നിന്ന് പഠിക്കാം. എല്ലാ കാര്യങ്ങളും ചാനലിലുണ്ട്. നിങ്ങൾ ജോലി വേണമെന്നുള്ളവരാണെങ്കിൽ ക്ലാസ്സുകൾ തിരഞ്ഞെടുത്ത് പഠിക്കാം, ക്ലാസ്സുകൾ തപ്പിയെടുത്ത് പഠിക്കുക. എല്ലാ കാര്യങ്ങളും ഈ ചാനലിൽ തന്നെ, മാത്സിന് ഫുൾ മാർക്ക് വാങ്ങാനുള്ളത് ഈ ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. 59.8 km/h. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആവറേജ് സ്പീഡിൻ്റെ നല്ല ക്വസ്റ്റ്യൻസ് ആണ്, ചെയ്യാൻ പറ്റുമോ നോക്കേ. 30 സെക്കൻഡ് സമയമുണ്ട്. ആൻസർ ചെയ്തിട്ട് കമൻ്റായിട്ട് പറയും. നിങ്ങൾ ബ്രില്യൻറ്റ് സ്റ്റുഡൻസ് ആണെങ്കിൽ ഇത് അത്യാവശ്യമാണ്. യെസ്, ആവറേജിൽ നിന്നും മുന്നോട്ട് പോകാൻ. ആവറേജ് വരെ എല്ലാവർക്കും എത്താൻ പറ്റും, പക്ഷെ ജോലി വാങ്ങുന്നത് ആവറേജിൽ നിന്നും മുന്നോട്ട് പോകേണ്ടവരാണ്. യെസ്, യെസ്, കിട്ടിയ ആൻസർ. ക്വസ്റ്റ്യൻ നോക്കാം. സം സ്റ്റുഡൻസ് went on a field trip at a speed of 6 km/h. They traveled by bikes for 2 hours. Then at a speed of 2 km/h, they walked for 1 hour, another hour. Then they took rest for an hour and had lunch for half an hour. At the speed of 1 meter per second, they walked for an hour to visit a garden. And finally, at a speed of 4 km/h, they returned home in 3 hours. Average speed വേണ്ടത് km/h ആണ്. ഇപ്പോൾ 2 places of decimal അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, പണ്ടൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എല്ലാം ഒന്നുകിൽ km/h അല്ലെങ്കിൽ മണിക്കൂറിലൊക്കെ തരുമായിരുന്നു. ഇപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, ഇവിടെ അവർ മീറ്റർ പെർ സെക്കൻഡിലൂടെ അതിനകത്ത് തരും. ഇപ്പോൾ കാൽക്കുലേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കാൽക്കുലേഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്. ഇപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്, 6 km/h 2 മണിക്കൂർ 12 കിലോമീറ്റർ പ്ലസ് കിലോമീറ്ററിൽ തന്നെ കണ്ടുപിടിക്കാം. എല്ലാം കിലോമീറ്ററിലാക്കാം. കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തതുകൊണ്ട് വലിയ പ്രശ്നം എടുത്തത്, ഞാൻ 12 എഴുതുവാണ്. പിന്നെ then at a speed of 2 km they walked for another hour. 2 km/h into 1. ഇപ്പോൾ 2 km. then they took rest for an hour. റെസ്റ്റിൻ്റെ ആവശ്യം അവിടെ ഇല്ല. ടോട്ടൽ ടൈമിന് നമുക്ക് for an hour and had a lunch for half an hour. അതുകൊണ്ട് അത് ടൈമുണ്ട്, പക്ഷേ അവിടെ ഡിസ്റ്റൻസ് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. പിന്നെ 1 meter per second ദേ വാക്ക്ഡ് ഫോർ ആൻ അവർ. അപ്പോൾ ഇവിടെ എത്ര കിട്ടും, 1 meter per second km/h ആക്കാൻ 18/5 കൊണ്ട് ഓടിക്കുക. അപ്പോൾ 18/5 into 1, അതാണ് അവിടുത്തെ കിലോമീറ്റർ ഡിസ്റ്റൻസ്. ആൻഡ് ഫൈനലി അറ്റ് സ്പീഡ് ഓഫ് 4 km/h റിട്ടേൺ ഹോം. അപ്പോൾ അതേ പ്ലസ് 4 × 3 12. ഇതാണ് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. എത്രയാണ്, ഇവിടെ 2 മണിക്കൂർ, ഇവിടെ 1 മണിക്കൂർ, 3 മണിക്കൂർ, പിന്നെ 1 മണിക്കൂർ റെസ്റ്റും ലഞ്ച് അരമണിക്കൂറും. അപ്പോൾ 3 1.5 4.5 4.5 4 8.5 മണിക്കൂർ 8.5 അവർ. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുന്നതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമുക്ക് 200 ഓപ്ഷൻ എല്ലാം ദൂരെയാണ്, നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതെന്ത് ചെയ്യാം, ഇത് നമുക്ക് 12 പ്ലസ്, അപ്പോൾ എല്ലാത്തിനും നമുക്ക് എന്ത് ചെയ്യാം, LCM 5 കൊടുക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇതങ്ങ് കണ്ടുപിടിക്കുക. 24 12 24 2 26 18 എന്ന് പറയുമ്പോൾ 3.6 ആണ്. അപ്പോൾ 29.6
0.6 29.6 കിലോമീറ്റർ ഡിവൈഡ് ബൈ 8.5. അപ്പോൾ നിങ്ങളൊന്ന് നോക്കേ, ഇത് കിലോമീറ്റർ പെർ അവറില്ല. അപ്പോൾ ഏകദേശം 3 പോയിന്റ് സംതിങ്ങാണ് വരുന്നത്. 8 3 24, പിന്നെ 8.5 × 3 എന്ന് പറയുമ്പോൾ എത്ര വരും? 8 3 24, 0.5 × 3 1.5 25 പോയിന്റ് സംതിങ്. അതായത് 3.3 കൂടുതലായിരിക്കും, 4 വരത്തില്ല. 4 ആകുമ്പോൾ 34 വരണം. ഇവിടെ 34 ആയിരുന്നെങ്കിൽ നമുക്ക് 4 എന്ന് എഴുതായിരുന്നു. അപ്പോൾ 3 പോയിന്റ് സംതിങ് കിലോമീറ്റർ പെർ അവർ ആണ് നമ്മുടെ ആൻസർ. കാര്യം ഇത് കിലോമീറ്ററിലും ഇത് മണിക്കൂറിലും എഴുതിയത്. ഇതാണ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 3 പോയിന്റ് വരുന്ന ഓപ്ഷൻ ചെയ്തേ ഉള്ളൂ, ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവന്മാർ ഇങ്ങനെ എന്ത് ചെയ്തിട്ടുള്ളത്, ഓപ്ഷൻ തന്നിട്ടുള്ളത്. ഇത് കണ്ട് പേടിച്ച് പോകുന്നവർ എന്ത് ചെയ്യും? സമയം വേസ്റ്റ് ആക്കും. അല്ലാത്തവർ എന്ത് ചെയ്യും? ഫാസ്റ്റ് ആയിട്ട് ഇതേപോലെ ചെയ്യണം കേട്ടോ. അടുത്ത ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തേ? 2 ക്വസ്റ്റ്യനോട് ഉണ്ട്. ഇത് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡെയിലി ഈ ഒരു ബെസ്റ്റ് ക്വസ്റ്റ്യൻ സീരീസിൽ നമ്മൾ 10 ക്വസ്റ്റ്യൻ വെച്ചാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു 50 ക്ലാസ് ആകുമ്പോഴത്തേക്കും 500 ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ ചെയ്യുന്ന 5000 ക്വസ്റ്റ്യനേക്കാളും എഫക്റ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതാണ് റിയൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. യെസ്, ചെയ്യാം. എ സ്റ്റുഡൻറ് വാക്ക്ഡ് 6 കിലോമീറ്റർ ഫ്രം ഹിസ് ഹൗസ് ടു റീച്ച് ദ മെട്രോ സ്റ്റേഷൻ, then boarded a metro that has an average speed of 60 km/h and reached the destination. It took 3 hours for the entire journey. If the average speed of the entire journey is 32 km/h, then speed of walking. അപ്പോൾ ഇവിടെ 6 കിലോമീറ്റർ നടന്നു മെട്രോ സ്റ്റേഷൻ ചെല്ലാൻ. എന്നിട്ട് മെട്രോയിൽ കയറി 60 km/h 3 മണിക്കൂർ എടുക്കും. അപ്പോൾ നമുക്ക് ആവറേജ് സ്പീഡ് 32 km/h ആണ്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്, ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര വരുന്നത്? ഇവിടെ 6 കിലോമീറ്റർ കൊണ്ട് നടന്നത് പ്ലസ് സ്പീഡ് ഓഫ് വാക്കിംഗ് വേണ്ടത് 6 കിലോമീറ്റർ. ബോർഡർ ബസ് ഓക്കെ, മെട്രോ ആവറേജ് സ്പീഡ് 60, അങ്ങനെ 3 മണിക്കൂർ. ഇറ്റ് ടു 3 hours ഫോർ ദ എൻ്റയർ ജേണിയാണ്. ഓക്കെ, എൻ്റയർ ജേണിയല്ലേ, 3 hours ഫോർ ദ എൻ്റയർ ജേണിയാണ്. യെസ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കാര്യം കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് അങ്ങനെ 3 മണിക്കൂർ എടുത്തത് മെട്രോയിൽ പോകാനല്ല. 32 km/h ആണ് ആവറേജ് സ്പീഡ്. അപ്പോൾ ആവറേജ് സ്പീഡ് ഇൻറ്റു ടൈം, ടോട്ടൽ ടൈം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പിടിക്കാം? ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടും. ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ ആവറേജ് സ്പീഡ് 32 km/h ഇൻറ്റു 3, അതായത് 96 കിലോമീറ്റർ ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ്. അപ്പോൾ ഇതിൽ 6 കിലോമീറ്റർ എന്താണ്? നടന്നതാണ്. 6 കിലോമീറ്റർ വാക്കിംഗ് ആണ്. അപ്പം നമുക്ക് എന്ത് പറയാം? 90 കിലോമീറ്റർ ആണ് എന്ത് ചെയ്തത്? 90 കിലോമീറ്റർ ആണ് മെട്രോയിൽ പോയത്. മെട്രോയുടെ സ്പീഡ് എത്ര ആയിരുന്നു? 60 km/h ആയിരുന്നു. അപ്പം മെട്രോയിൽ എത്ര ടൈം എടുത്തു? ടൈം ഇൻ മെട്രോ 90/60, 9/6, 1.5 മണിക്കൂർ. 1.5 മണിക്കൂറാണ് മെട്രോയിൽ ചിലവായത്. 1.5 മണിക്കൂർ മെട്രോയിൽ ചിലവായാൽ ബാക്കി 1.5 മണിക്കൂർ എവിടെയാണ് ചിലവായത്? ടോട്ടൽ 3 മണിക്കൂർ എടുത്തത്. 1.5 മണിക്കൂർ മെട്രോയിലാണ്. അപ്പോൾ നടക്കാനാണ്. ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതുന്നത്. 3 - 1.5 എത്രേ? 1.5 മണിക്കൂർ. 1.5 മണിക്കൂറാണ് എന്ത് ചെയ്തത്? നടന്നത്. അപ്പോൾ സ്പീഡ് ഓഫ് വാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് ഓഫ് വാക്കിംഗ് എന്ന് പറഞ്ഞാൽ എത്ര ഡിസ്റ്റൻസ് പോയി? 6 കിലോമീറ്റർ. എത്ര ദൂരത്തിൽ, എത്ര ടൈമിൽ? 1.5 മണിക്കൂർ. 1.5നെ 3/2 എന്ന് എഴുതാം. ഇപ്പോൾ 2 × 2 നമുക്ക് എന്ത് കിട്ടും? 4 മണിക്കൂർ. 4 മണിക്കൂറാണ് നടന്നത്. ഇന്ന് ചെയ്തതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഡിഫറൻറ്റ് ടൈപ്പ് അല്ലെങ്കിൽ ന്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഈ ഒരു ടൈപ്പ് ഒന്നും നിങ്ങൾ ചെയ്ത് കാണത്തില്ല മുന്നേ. ന്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻ, നല്ല ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്നത്തെ ചെയ്ത് നോക്കേ. ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻ്റായിട്ട് പറയണം എല്ലാവരും കേട്ടോ. ക്ലാസ് കാണുന്നവർ യൂസ്ഫുൾ ആണെങ്കിൽ അത് പറയണം. പുതിയ ക്ലാസ്സുകൾ ചെയ്യാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത്, ഇതൊക്കെ ഡിഫറൻറ്റ് ക്വസ്റ്റ്യൻസാണ്. ചെയ്ത ക്വസ്റ്റ്യൻസ് വീണ്ടും ഞാൻ ചെയ്യിപ്പിക്കുന്നില്ല. എല്ലാം നല്ല ക്വസ്റ്റ്യൻസ് ആണ്. എ കാർ സ്റ്റാർട്ട്സ് ഫ്രം എ പോയിന്റ് എ ടുവേർഡ്സ് പോയിന്റ് ബി ട്രാവലിംഗ് അറ്റ് ദ സ്പീഡ് ഓഫ് 20 km/h. 1 മണിക്കൂറിൽ 20 കിലോമീറ്റർ ആ കാർ പോകും. 1.5 hours later, another car starts from point A and traveling at the speed of 30 km/h and reaches 2.5 hours before the first car. Find the distance between A and B. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് 20 km/h ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി എ എന്ന് പറയുന്ന കാറ് 20 km/h പോവാണ്. അപ്പോൾ 1.5 മണിക്കൂർ ലേറ്ററാണ് മറ്റേ കാർ വരുന്നത്. 1.5 മണിക്കൂർ കൊണ്ട് അത് എവിടെ എത്തിക്കാണും? 1 മണിക്കൂറിൽ 20 പോയാൽ അരമണിക്കൂറിൽ എത്ര പോകുന്നത്? 1 മണിക്കൂറിൽ 20 പോയാൽ അരമണിക്കൂറിൽ 10 പോകും. അപ്പോൾ 1.5 മണിക്കൂറിൽ എത്ര പോകും? 20ഉം 10ഉം 30 കിലോമീറ്റർ ഓൾറെഡി ആര് സഞ്ചരിച്ചു? എ എന്ന് പറയുന്ന കാർ സഞ്ചരിച്ചു. 2.5 മണിക്കൂർ കഴിഞ്ഞിട്ട്, ഇപ്പോൾ 2.5 മണിക്കൂർ കഴിഞ്ഞിട്ട് 30 കിലോമീറ്റർ പോകുന്ന ഒരു കാറ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1.5 മണിക്കൂർ ഓൾറെഡി കഴിഞ്ഞു. ബി എന്ന് പറയുന്ന കാർ, അനദർ കാർ, എ കാർ സ്റ്റാർട്ട് ഫ്രം പോയിന്റ് ബി ട്രാവലിംഗ് അറ്റ് സ്പീഡ് ഓഫ് ഇത് എയിൽ നിന്നും ബിയിലോട്ട്. ഇത് കാറിൻ്റെ പേരല്ല. കാർ എ C1 എന്ന് പറഞ്ഞു. അനദർ കാർ എയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുവാണ് ബിയിലോട്ട്.
അതിൻ്റെ ട്രാവലിംഗ് ബിയിലെത്തിയിട്ടില്ല 30 കിലോമീറ്റർ ആയുള്ളൂ, ബി ഇവിടെ വങ്ങണ്ട. ഓക്കെ, നല്ല ക്വസ്റ്റനാണ്. അതിൻ്റെ ട്രാവലിംഗ് അറ്റ് സ്പീഡ് ഓഫ് 30 km/h റീച്ചസ് 2.5 മണിക്കൂർ ബിഫോർ ദ ഫസ്റ്റ് കാർ. അപ്പോൾ കാർ എത്തുന്നതിന് 2.5 മണിക്കൂർ മുന്നേ എത്തി. അപ്പോൾ 2.5 മണിക്കൂർ മുന്നേ എത്തണമെങ്കിൽ ഈ 30 മണിക്കൂറിൽ 30 വെച്ചിട്ടാണ് ഇവൻ പോകുന്നത്. യെസ്, അപ്പോൾ ആദ്യം എത്തുന്നവൻ്റെ സമയം വേണം. യെസ്, ആദ്യം എത്തുന്നതിൻ്റെ സമയം വേണം. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ഒന്നാമത് ഡിസ്റ്റൻസ് എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്റ്റൻസിൻ്റെ ഫോമുല ഉണ്ട്, അത് വെച്ച് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ നമുക്ക് ഡിസ്റ്റൻസ് എടുത്ത് ചെയ്യുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എക്സ് ആണെന്ന് വെച്ചോ. അപ്പോൾ ആദ്യം എടുത്ത അവൻ്റെ ടൈം എത്രയാണ്? എക്സ് -30. അതായത് ഇനി അവൻ എത്താനുള്ള എത്രയാണ്? 30 കിലോമീറ്റർ ഓൾറെഡി ഫ്രണ്ടിലാണ് അവൻ. രണ്ടാമത്തെ കാറിനെ വെച്ച് നോക്കുമ്പോൾ മെത്തേഡ് 1. രണ്ടാമത്തെ കാറിനെ വെച്ച് നോക്കുമ്പോൾ ഒന്നാമത്തെ കാർ 30 കിലോമീറ്റർ എന്താണ്? ഫ്രണ്ടിലാണ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ ഇനി അവന് സഞ്ചരിക്കുന്ന ദൂരം ഇതാണ്, x-30 ദൂരം. അപ്പോൾ അതെടുക്കുന്ന ടൈം എത്രയാണ് അവന്? അവൻ്റെ സ്പീഡ് എത്രയാണ്? 20 km/h. എന്നാൽ മറ്റവന് എത്ര സമയം എടുക്കത്തുള്ളൂ ടോട്ടൽ എക്സ് ഡിസ്റ്റൻസ് സഞ്ചരിക്കാൻ? x/30 ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ അവൻ്റെ സ്പീഡ്. ഇതിൻ്റെ വാല്യൂ ആണ് അവൻ മുന്നേ എത്തി 2.5 മണിക്കൂർ 5/2 എന്ന് വന്നിട്ടുള്ളത്. എന്ത് കണ്ടുപിടിക്കണം? എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. പിന്നെ എക്സിൻ്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? എക്സൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേസ് നമുക്ക് ഓപ്ഷൻ ഇനി കൊടുക്കാം. 300 കൊടുത്താൽ 300 - 30 270/20. 270 എന്ന് പറയുമ്പോൾ 27/2 13.5 മൈനസ് 300/30 10 3.5 വരുന്നത് ഇത് 2.5 ആണ്. അപ്പോൾ ഇതല്ല. ഇനി 240 കൊടുത്താലോ? 240 - 30 210 210/2 21/2 10 മൈനസ് 240/30 24/3 8 10 8 പോയി കഴിഞ്ഞാൽ 2.5 സാറ്റിസ്ഫൈ ചെയ്യും. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കാം. ഓപ്ഷൻ ബി എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? 240 കിലോമീറ്റർ. അല്ലെങ്കിൽ നമുക്കൊരു ഫോമുല ഉണ്ട്, മെത്തേഡ് 2. ഇങ്ങനെ രണ്ടുപേരും രണ്ട് സ്പീഡിൽ പോകുന്നു. ഡിസ്റ്റൻസ് പറഞ്ഞാൽ S1 S2 ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് S1 - S2 ഇൻറ്റു ΔT. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് ഈക്വൽ ടു ഫസ്റ്റിൻ്റെ സ്പീഡ് 20, മറ്റേ 30, ഡിഫറൻസ് ഓഫ് സ്പീഡ് 10 ഇൻറ്റു ടൈമിലുള്ള ചേഞ്ച് ഇതാണ് 2.5 അല്ലെങ്കിൽ 5/2 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 10 പോയി 2 ഇവിടെ 10 വന്നു. ഓക്കെ 15. ഓക്കെ നമുക്ക് സോറി ടൈമിൻ്റെ ചേഞ്ച് 4 അല്ലല്ലോ 2.5 അല്ലല്ലോ. ടൈമിൻ്റെ ചേഞ്ച് 2.5 അല്ല. ടൈമിൻ്റെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എത്ര? ആദ്യമേ ഓൾറെഡി 1.5 മണിക്കൂർ നേരത്തെ അവൻ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും രണ്ടാമത്തെ ആൾ എന്ത് ചെയ്തു? 2.5 മണിക്കൂർ നേരത്തെ എത്തി. അതായത് ടോട്ടൽ 2.5 1.5 4 മണിക്കൂറിൻ്റെ ടൈം ചേഞ്ചാണ് അവിടെ ഉണ്ടായത്. ടോട്ടൽ ടൈം ചേഞ്ചാണ് വേണ്ടത്. 1.5 മണിക്കൂർ നേരത്തെ മറ്റവൻ പോയി, എന്നിട്ടും 2.5 മണിക്കൂർ നേരത്തെ അവനെത്തി. അതായത് 2.5 1.5 ടോട്ടൽ 4 മണിക്കൂറിൻ്റെ ചേഞ്ചാണ് ഉണ്ടായത്. അതാണ് അവിടുത്തെ ടിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യെസ് /2 ഇല്ല. യെസ് 2.5 ഇല്ല. അപ്പോൾ ഇവിടെ 20 തന്നെയാണ്. 20 ഇൻറ്റു 4 3 12 24 240 കിലോമീറ്റർ. ഈ ഫോമുല വേണമെങ്കിലും അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. രണ്ട് രീതിയിലും ചെയ്യാം. നല്ല ക്വസ്റ്റ്യനാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഒരുപാട് പേരൊന്നും ചെയ്യത്തില്ലത്. കൺസെപ്റ്റാണ് എല്ലാം. ഈ ക്വസ്റ്റ്യൻ നല്ലതായിരുന്നു. പിന്നെ 10 ക്വസ്റ്റ്യൻ അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ള കാര്യം ക്ലാസ് കണ്ടവർ കമൻ്റ് ആയിട്ട് പറയുക. അത് മസ്റ്റാണ്, നെക്സ്റ്റ് ക്ലാസ്സുകൾ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ആ പ്ലേലിസ്റ്റ് എടുക്കുക, എല്ലാ ക്ലാസ്സിലും കണ്ടു തീർക്കുക. അരമണിക്കൂർ വെച്ചുള്ള ക്ലാസ്സിലാണ്. വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. ഒരു ചാപ്റ്റർ നിങ്ങൾ കംപ്ലീറ്റ് ആയി പഠിച്ചു എന്ന് ഉറപ്പുള്ളവർക്ക് ഈ ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. സ്വന്തമായിട്ട് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും എത്രത്തോളം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ചാനൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ക്ലാസ് വേണ്ടവർക്ക് ഈ ഒരു നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ്. താങ്ക് യു.